ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ക്ലാസ് 12 CBSE കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 95% മാർക്ക് മുകളിലെ മാർക്ക് ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ സ്റ്റുഡൻസും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ലാസ്റ്റ് 5-6 ഇയേഴ്സ് CBSE ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ PYQ സീരീസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടോപ്പിക്കുമായിട്ട് ചെറിയ ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഓരോ ടോപ്പിക് വൈസിൻ്റെ വൺ ഷോട്ട് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിയും വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വീഡിയോസ് നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ PYQ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഔട്ട്പുട്ട് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് കോഡ് സ്നിപ്പറ്റ്. ട്രൈ ബ്ലോക്കിൽ ഡിവിഷൻ 10/0. 10/0 എന്ന് പറയുമ്പോൾ എന്താണ്? 10/0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നു അല്ലേ? എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്ന സമയത്ത് ഇത് 0 ഡിവിഷൻ ആണ്. അപ്പോൾ ഇതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക, ഡിവിഷൻ ബൈ 0. ഈ അരിത്തമെറ്റിക് ഈ എക്സെപ്ഷൻ വർക്ക് ചെയ്യില്ല, കാരണം ഈ എക്സെപ്ഷനാണ് കറക്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഡിവിഷൻ ബൈ 0. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ, ഇതെല്ലാം റോങ് ആണ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്ട്രൈറ്റ് അവേ നമ്പർ ഡിവൈഡ് ബൈ 0, ഇറ്റ്സ് 0 ഡിവിഷൻ ആണ്. അപ്പോൾ ഈ എക്സെപ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും, ഡിവിഷൻ ബൈ 0 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഒരു എക്സെപ്ഷൻ ബ്ലോക്ക് ട്രൂ ആയി കഴിഞ്ഞാൽ റെസ്റ്റ് ഓൾ വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. എൽസ് ബ്ലോക്ക് എക്സെപ്ഷൻ ഫൗണ്ട് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. സോ ഡിവിഷൻ ബൈ 0 എന്നുള്ളതാണ് കറക്റ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. So question number 27, which of the following is not a standard, okay, സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. വാല്യൂ എറർ നമുക്കുണ്ട്, ഇൻഡെക്സ് എറർ നമുക്കുണ്ട്, കീ എറർ നമുക്കുണ്ട്. നമുക്കില്ലാത്തതാണ് നൾ പോയിന്റ് എറർ. സോ നൾ പോയിന്റ് എറർ ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 28, identify the statement from the statements from the following option which will arise type error. ടൈപ്പ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് മിസ്മാച്ച് അല്ലേ? ടൈപ്പ് എറർ എക്സെപ്ഷൻസ്. ഇതിലെന്തെങ്കിലും ടൈപ്പ് എറർ ഉണ്ടോ? ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ടൈപ്പ് എറർ ഉണ്ടോ? ഇല്ല. രണ്ടും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും ടൈപ്പ് എറർ ഉണ്ടോ? ഇതിൽ ടൈപ്പ് എറർ ഉണ്ട്. ഇത് സ്ട്രിങ് ആണ് അല്ലേ? ഇത് ഇൻറ്റീജർ ആണ്. ഇവിടെ ടൈപ്പ് മിസ്മാച്ച് ആണ്. അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ അറൈസ് ടൈപ്പ് എറർ. ഇവിടെ ഇതെന്താണ്? സ്ട്രിങ് ആണ്, നോ ഇഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് ടൈപ്പ് എറർ. ഉണ്ടോ? ഒന്ന് സ്ട്രിങ് ആണ്, ഒന്ന് ഇൻറ്റീജർ വാല്യൂ ആണ്. ഒന്ന് സ്ട്രിങ്ങും ഒന്ന് ഇൻറ്റീജർ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So question number 29, what will be the output of the following Python program? So A, B, C is equal to 15, 0, none. So A ൻ്റെ വാല്യൂ എന്താണ്? 15. B ൻ്റെ വാല്യൂ എന്താണ്? 0. C ൻ്റെ വാല്യൂ എന്താണ്? നൺ. ദെൻ പ്രിന്റ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരാം? സോ എ വിൽ ബി പ്രിന്റഡ്. ക്ലിയർ. ദെൻ ട്രൈ ബ്ലോക്കിലേക്ക് വന്നു, പ്രിന്റ് ബി വിൽ ബി പ്രിന്റഡ്. ദെൻ C ഈക്വൽ ടു A ബൈ B. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A? A ഈസ് 15. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 15. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് B? വാല്യൂ ഓഫ് B വേറെ കിട്ടും, കണ്ടോ? ഇതാണ് വാല്യൂ ഓഫ് B ഡിവൈഡഡ് ബൈ 0. സോ 15 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെപ്ഷൻ അറൈസ് ചെയ്തു. അപ്പോൾ നേരെ ഇവിടെ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ് അല്ലേ? ഒരു ട്രൈ ബ്ലോക്കിൽ എക്സെപ്ഷൻ നമ്മൾ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. പ്രോഗ്രാം കൺട്രോൾ ഡയറക്ട്ലി ഗോ ടു ദ എക്സെപ്റ്റ് ബ്ലോക്ക്. സോ എക്സെപ്റ്റ് ബ്ലോക്കിൽ പ്രിന്റ് ഡി എന്ന് പ്രിന്റ് ചെയ്യും, ഇ എന്ന് പ്രിന്റ് ചെയ്യും. സോ ഡി എന്ന് വിൽ ബി പ്രിന്റഡ്, ഇ വിൽ ബി പ്രിന്റഡ്. ഓക്കെ, സി വിൽ ബി പ്രിന്റഡ്. സിയിലെ വാല്യൂ ഓഫ് സി വിൽ ബി പ്രിന്റഡ്. ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ, ഡി എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷൻ, അതായത് സ്ട്രേറ്റ് അവേ ദ ലെറ്റർ ഡി വിൽ ബി പ്രിന്റഡ്. ഇവിടെ ലെറ്റർ ഇ വിൽ ബി പ്രിന്റഡ്. പക്ഷെ ഇവിടെ കൊട്ടേഷൻ ഇല്ല, അതായത് വാല്യൂ ഓഫ് സി വിൽ ബി പ്രിന്റഡ്. എന്താണ് വാല്യൂ ഓഫ് സി? വാല്യൂ ഓഫ് സി ഈസ് നൺ. ഇവിടെ നൺ എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, നൺ എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതായിരിക്കും ഔട്ട്പുട്ട്. ഫസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രിന്റ് എ,
സോ ലെറ്റർ എ ആണ് പ്രിൻ്റ് ചെയ്തത്, ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ എ വിൽ ബി പ്രിൻറ്റഡ്. ട്രൈ ബ്ലോക്കിലേക്ക് വന്നു, ബി വിൽ ബി പ്രിൻറ്റഡ്. ഇവിടെ സി ഈക്വൽ ടു എ ബൈ ബി, 15 ഡിവൈഡ് ബൈ 0, വാല്യൂ ഓഫ് എ ഇസ് 15, വാല്യൂ ഓഫ് ബി ഈസ് 0. സോ 15 ഡിവൈഡ് ബൈ 0 എന്നാണ് എക്സെപ്ഷൻ ഒക്കെ ചെയ്തു. ദ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. സ്ട്രേറ്റ് അവേ എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് പോയി. ദ ലെറ്റർ ഡി വിൽ ബി പ്രിൻറ്റഡ്, യെസ്. ലെറ്റർ ഇ വിൽ ബി പ്രിൻറ്റഡ്, യെസ്. പ്രിന്റ് സി, ദ വാല്യൂ ഓഫ് സി വിൽ ബി പ്രിൻറ്റഡ്. ഇത് ലെറ്റർ അല്ല പറയുന്നത്, വാല്യൂ ഓഫ് സി വിൽ ബി പ്രിൻറ്റഡ്. എന്താണ് വാല്യൂ ഓഫ് സി? വാല്യൂ ഓഫ് സി ഈസ് നൺ. സോ നൺ വിൽ ബി പ്രിൻറ്റഡ്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. എ ബി ഡി ഇ നൺ. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 29. അറൗണ്ട് 36 ക്വസ്റ്റ്യൻ നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അറൗണ്ട് ലാസ്റ്റ് 5 to 6 ഇയേഴ്സിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടാം. ഈ വീഡിയോ നിങ്ങൾ ബെറ്റർ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 0, ഓക്കെ. ബി ഈസ് ഈക്വൽ ടു 16, പ്രിൻറ്റ് 1. പ്രിൻറ്റ് 1 എന്ന് പറയുമ്പോൾ 1 വിൽ ബി പ്രിൻറ്റഡ്, റൈറ്റ്? നമ്മൾ എഴുതാം 1 വിൽ ബി പ്രിൻറ്റഡ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ, ഇത് 1 പ്രിൻറ്റ് ചെയ്തു. ട്രൈ ബ്ലോക്കിലേക്ക് വന്നു, പ്രിൻറ്റ് 2. സോ 2 വിൽ ബി പ്രിൻറ്റഡ്. അപ്പോൾ 2 വിൽ ബി പ്രിൻറ്റഡ്. സോ 2 വിൽ ബി പ്രിൻറ്റഡ്, okay. Then x is equal to 28 by a. What is value of 28 by a? What is the value of a? Value of a is 0. അതായത് 28, okay, 28 divided by 0 എന്നാണ്. 28 divided by 0 എന്നാണ് എക്സെപ്ഷൻ ഒക്കെ അറിയുന്നു. എക്സെപ്ഷൻ ഒക്കെ അറിയുമ്പോൾ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ട്രൈ ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നേരെ 0 ഡിവിഷൻ എറർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകും. ഇപ്പോൾ പ്രിൻറ്റ് ബി ഇൻറ്റു 2, വാല്യൂ ഓഫ് ബി ഇൻറ്റു 2. ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് അല്ലേ, ഇവിടെ കൊട്ടേഷൻ മാർക്കൊന്നുമില്ല. അതുകൊണ്ട് ബി ഇൻറ്റു 2. വാട്ട് ഈസ് ബി? ബി 16 ആണ് അല്ലേ. 16 ഇൻറ്റു 2, ദാറ്റ് ഈസ് 32, ഓക്കെ. 32 വിൽ ബി പ്രിൻറ്റഡ്. ദെൻ പ്രിൻറ്റ് 4, ടെക്സ്റ്റ് 4 എന്നുള്ള അത് പ്രിൻറ്റ് ചെയ്യും അല്ലേ. 4 വിൽ ബി പ്രിൻറ്റഡ്. ദെൻ സി, ഈ എക്സെപ്ഷൻ ഒക്കെ ചെയ്തു, എക്സെപ്ഷൻ 0 ഡിവിഷൻ എറർ വർക്ക് ചെയ്തു. ദിസ് എക്സെപ്ഷൻ വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ് അല്ലേ, കാരണം ഈ എക്സെപ്ഷനാണ് ഇവിടെ ട്രൂ. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു, ഈ എക്സെപ്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫസ്റ്റ് ഇവിടെ വന്നു 1 എന്ന് പ്രിൻറ്റ് ചെയ്തു, യെസ്. ട്രൈ ബ്ലോക്കിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്തു, യെസ്. ഇവിടെ എക്സെപ്ഷൻ അറൈസ് ചെയ്തു, സ്ട്രൈറ്റ് അവേ 0 ഡിവിഷൻ എററിലേക്ക് പോയി. ബി ഇൻറ്റു 2, 32 വിൽ ബി പ്രിൻറ്റഡ്. ദെൻ 4 വിൽ ബി പ്രിൻറ്റഡ്. ഔട്ട്പുട്ട് ഈസ് 1 2 32 4. ക്ലിയർ ആണല്ലോ? 1 2 32 4. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഓക്കെ. പക്ഷെ അധിക പേർക്കും അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് അത് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. എങ്ങനെയാണ് ട്രൈ ബ്ലോക്ക്, പിന്നെ എക്സെപ്റ്റ് ബ്ലോക്ക്, അത് കഴിഞ്ഞിട്ട് എൽസ് ബ്ലോക്ക്, ഫൈനലി ബ്ലോക്ക്, അതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആണ്. നമ്മളെ അടുത്ത ഒരു പ്ലേ ലിസ്റ്റും കൂടെ ഉണ്ട് ഇതിൽ. ആ പ്ലേ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. CBSE കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടി 12th വേണ്ടിയിട്ട് നമ്മൾ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്കിൻ്റെയും 1 ഷോട്ട് ആയിട്ടുള്ള വീഡിയോ, അതായത് കോർ കോൺസെപ്റ്റ് മാത്രം വളരെ സ്പെസിഫിക് ആയിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ്? എൻ്റെ വാല്യൂ 0 ആണ്, ബീൻ്റെ വാല്യൂ 16 ആണ്. പ്രിൻറ്റ് 1, സോ 1 വിൽ ബി പ്രിൻറ്റഡ്, ഓക്കെ. 1 വിൽ ബി പ്രിൻറ്റഡ്. ദെൻ ട്രൈ ബ്ലോക്കിലേക്ക് വന്നു, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ, പ്രിൻറ്റ് 2, സോ 2 വിൽ ബി പ്രിൻറ്റഡ്, okay. Then x is equal to 28 by divided by a. What is 28 divided by a? 28 divided by a. What is the value of a? Value of a is 0. So 0. 28 by 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is not defined ആണ് അല്ലേ. ഇവിടെ ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദ ട്രൈ ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അറൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ട്രൈ ബ്ലോക്കിലെ അതർ സ്റ്റേറ്റ്മെൻറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് പോകും അല്ലേ. എക്സെപ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 0 ഡിവിഷൻ എറർ. പ്രിൻറ്റ് ബി ഇൻറ്റു 2. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? ബി ഈസ് 16 അല്ലേ. ബി ഈസ് 16. So 16 into 2, it is 32. It is 32. Print 4. 4 will be printed here. 4. Then see, ഇവിടെ എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എക്സെപ്റ്റ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്, എൽസ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ദെൻ ഫൈനലി ബ്ലോക്ക്.
ഫൈനലി ബ്ലോക്ക് എന്തായാലും പ്രിന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു പോലെ എക്സെപ്ഷൻ അറൈസ് ചെയ്തോ അറൈസ് ചെയ്തില്ലേ എന്നുള്ളതൊന്നും മാറ്റർ അല്ല. ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് വരുന്നത് എൻഡ് ഓഫ് ദ പ്രോഗ്രാം. എൻഡ് ഓഫ് ദി പ്രോഗ്രാം. എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് 1 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. യെസ് 1. പ്രിന്റ് ട്രൈ ബ്ലോക്കിലേക്ക് വരുന്നു. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ 2 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രോഗ്രാം എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നു. റിമൈനിങ് സ്റ്റേറ്റ്മെന്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. സ്ട്രൈറ്റ് അവേ ഗോ ടു ദ except block b into 2. The value b into 2 is 32 b because the value of b is 16. 16 into 2, it is 32. Then print 4. The value 4 will be printed. Then ഇവിടെ എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. എൽസ് ബ്ലോക്ക് എപ്പോഴാണ് വർക്ക് ചെയ്യുക? അതായത് ഒരു എക്സെപ്ഷനും അറൈസ് ചെയ്തില്ലെങ്കിൽ ട്രൈ ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ദെൻ ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. 1, 2, 32, 4 എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ്റെ നമ്പറും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണല്ലോ? Next, question number 32. What will be the output of the following Python code? A is 0, B is 16, print 1. So 1 will be printed. Yes, 1 will be printed. Then try block like 1, print 2. So 2 will be printed. So 2 will be printed. Okay. Then x is equal to 28 divided by a. What is 28 divided by a? That is 28 divided by a. Value of a is 0. So it is 0. So 0 on സമയത്ത് ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്തു. The statement under this try block will not be executed. Straight away എങ്ങോട്ട് പോവും? ഉണ്ടോ? ഇത് സീറോ ഡിവിഷൻ എററാണ് അല്ലേ? ഇവിടെ സീറോ ഡിവിഷൻ എറർ അല്ല തന്നത്, വാല്യൂ എററാണ് തന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. സ്ട്രൈറ്റ് അവേ ഗോ. ദെൻ എന്താവും? നേരെ നോക്കുമ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഇവിടെ അറൈസ് ചെയ്തുകൊണ്ട് എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഫൈനലി എന്തായാലും വർക്ക്. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്തു അല്ലേ? പക്ഷേ ഈ എക്സെപ്ഷൻ എന്ത് ചെയ്തില്ല, നമ്മൾ അതിനെ എക്സെപ്റ്റ് ബ്ലോക്ക് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാവുക, ഈ പ്രോഗ്രാം ഒരു ഔട്ട്പുട്ടും തരില്ല. ഇത് റോങ് ആണ്, ഔട്ട്പുട്ട് ഇല്ല. ദ പ്രോഗ്രാം will be terminated. So you can write the program terminates abnormally. എനിക്ക് സ്ട്രൈറ്റ് അവേ ആൻസർ ചെയ്തായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിൻ്റെ വർക്കിംഗ്, എവിടെ നിന്നാണ് ഇതിൻ്റെ എറർ വരുന്നതും ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നതും ആ എക്സെപ്ഷനെ നമ്മളിവിടെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് പ്രോഗ്രാം ടെർമിനേറ്റ്സ് അബ്നോർമലി. ഓക്കെ, ഒന്നും കൂടി പറയാം. 1 എന്നത് വരുന്നു, 2 എന്ന് വരുന്നു. ഇവിടെ ഒരു പ്രോഗ്രാമിന് ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്യുന്നു, പക്ഷേ ആ എക്സെപ്ഷൻ എന്ത് ചെയ്തില്ല, ഇവിടെ ഹാൻഡിൽ ചെയ്തില്ല. ഇവിടെ വാല്യൂ എററാണ്. ഇത് വാല്യൂ എറർ അല്ല, അത് സീറോ ഡിവിഷൻ എററാണ്. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് പ്രോഗ്രാം ഒരു എക്സെപ്ഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് എന്തായാലും വർക്ക് ആവില്ല അല്ലേ? നോർമൽ കേസിൽ ഫൈനലി ബ്ലോക്ക് വർക്ക് ചെയ്യും, പക്ഷേ ഇവിടെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് ദിസ് പ്രോഗ്രാം ടെർമിനേറ്റഡ് അബ്നോർമലി. ഇതാണ് കറക്റ്റ് ആൻസർ. പ്രോഗ്രാം ടെർമിനേറ്റഡ് അബ്നോർമലി. ക്ലിയർ ആണല്ലോ? നിങ്ങൾ കറക്റ്റ് അതിൻ്റെ വർക്കിംഗ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ വർക്കിംഗ് അറിയാത്ത ആളാണെങ്കിൽ ഈ 1, 2 എന്നൊക്കെ എഴുതി വെക്കും, ഒരിക്കലും ഇത് പ്രിൻ്റ് ആവില്ല. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അബ്നോർമൽ ടെർമിനേഷൻ. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 32. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 33. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 16, പ്രിൻറ്റ് 1. 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. യെസ്, 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയി. ട്രൈ ബ്ലോക്കിലേക്ക് വരുന്നു, പ്രിൻറ്റ് 2. 2 എന്നുള്ളത് പ്രിൻ്റ് ആവും. ഓക്കെ, 2 എന്നുള്ളത് പ്രിൻ്റ് ആകുന്നു. 2, യെസ്. Then x is equal to 28 divided by a. What is 28 divided by a? 28 divided by a. What is the value of a? Value of a ഇവിടെ തന്നിട്ടുണ്ട് 2 ആണ്. So 28 divided by 2 ഇവിടെ പ്രിൻ്റ് ആയി അല്ലേ? 28 divided by 2 എന്ന് പറഞ്ഞാൽ 14 എന്ന് കിട്ടും നമുക്ക്. പക്ഷെ 14 എന്നുള്ളത് എവിടെയും പ്രിൻ്റ് ആവുന്നില്ല അല്ലേ? എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ആവുന്നില്ല. പ്രിൻ്റ് 3 എന്നാണ് പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. 3 എന്ന് പ്രിൻ്റ് ആകുന്നു. ഓക്കെ, 3 എന്ന് പ്രിൻ്റ് ആകുന്നു.
ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റായി. ദെൻ എക്സെപ്ഷൻ ഒന്നും അറൈസ് ചെയ്തിട്ടില്ല, അപ്പോൾ വാല്യൂ എക്സെപ്ഷൻ ഇത് വർക്കാവില്ല. ഓക്കെ, നോ എക്സെപ്ഷൻ ഈസ് ഫൗണ്ട്, സ്ട്രൈറ്റ് അവേ ഇറ്റ് ഗോ ടു ദ എൽസ് പാർട്ട് അല്ലേ. എക്സെപ്ഷൻ ഒന്നും വർക്ക് ചെയ്ത് ഒന്നും അറൈസ് ചെയ്തില്ലെങ്കിൽ എൽസ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. Print b into 3. b into 3, what is the value of b? b is 16. 16 into 3, that is 48. 16 into 3, it is 48. Okay, so 48 will be printed. Then next statement 5 will be printed. ഇവിടെ 5 എന്ന് പ്രിന്റ് ചെയ്യുന്നു, 5. Okay, then finally block will be printed. End of the program. End of the program. End of the program. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. a is equal to 2, b is 16, print 1. So 1 will be printed. ട്രൈ ബ്ലോക്കിലേക്ക് വന്നു, 2 എന്ന് പ്രിന്റ് ചെയ്തു. x is equal to 28 divided by 8. So 28 divided by 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി പ്രിന്റഡ് ബിക്കോസ് എക്സ് പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ പ്രിന്റ് 3 എന്ന് പ്രിന്റ് ചെയ്യും. 3 എന്ന് പ്രിന്റ് ചെയ്തു. ഇവിടെ ഒരു എക്സെപ്ഷനും റൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എക്സെപ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. Then no exception is found, then else block will be executed. b into 3, what is the value of b? b is 16. 16 into 3, that is 48. Then print 5. 5 will be printed. Then finally block. End of the program. Clear ആണല്ലോ? ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 1 2 3 48 5. End of the program. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 34. അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. പൈത്തൺ അലൗസ് മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക് ക്യാൻ ബി യൂസ്ഡ് വിത്തിൻ എ സിംഗിൾ ട്രൈ ബ്ലോക്ക് ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് എക്സെപ്ഷൻ. ട്രൂ ആണ്. മൾട്ടിപ്പിൾ എക്സെപ്ഷൻ ഉപയോഗിക്കാം അണ്ടർ സിംഗിൾ ട്രൈ ബ്ലോക്ക്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, ഇത് ട്രൂ ആണ്. ഓക്കെ, ഇനി റീസണിങ് നോക്കാം. ബൈ യൂസിങ് മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക് വിത്ത് ഡിഫറെൻറ്റ് എക്സെപ്ഷൻ ടൈപ്സ്, പൈത്തൺ പ്രൊവൈഡ് ദ ഫ്ലെക്സിബിലിറ്റി ടു ഹാൻഡിൽ വാരിയസ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻ സെപ്പറേറ്റ്ലി. അതിൻ്റെ റീസണും ട്രൂ ആണ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 35. സോ വാട്ട് വിൽ ബി ദ കറക്റ്റ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഇൻ കേസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, ഇൻ കേസ് എക്സെപ്ഷൻ ഈസ് എൻകൗണ്ടർഡ്. എക്സെപ്ഷൻ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിൻ്റെ കറക്റ്റ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. എക്സെപ്ഷൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, ഒരു എക്സെപ്ഷൻ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് പാർട്ട് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ, എൽസ് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കാരണം എക്സെപ്ഷൻ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽസ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ഇപ്പോൾ എവിടെ എൽസ് ഉണ്ട്, അത് വർക്ക് ചെയ്യില്ല. ഇവിടെ എൽസ് എഴുതിയിട്ടുണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യില്ല. ഇവിടെ എൽസ് ഉണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യില്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് സി. ക്ലിയർ ആണല്ലോ? എക്സെപ്ഷൻ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സെപ്റ്റ് ബ്ലോക്കാണ് വർക്ക് ചെയ്യാം, ഒരിക്കലും എൽസ് വർക്ക് ചെയ്യില്ല. നോ എക്സെപ്ഷൻ ഈസ് ഫൗണ്ട്, ദെൻ ഓൺലി എൽസ് വിൽ വർക്ക് ചെയ്യാം. ഓക്കെ, സോ എവിടെയൊക്കെ എൽസ് ഉണ്ടോ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. 1 2 ഇവിടെയും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ട്രൈ എക്സെപ്റ്റ് ഫൈനലി. ട്രൈ ബ്ലോക്ക് വർക്ക് ചെയ്യും, എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് എക്സെപ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും, ദെൻ ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ക്ലിയർ ആണല്ലോ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. So what will be the output? So what will be the correct order of execution in case is not encoded? In case exception is not encoded. ഇത് വളരെ ക്ലിയർ ആണ്. സോ എക്സെപ്ഷൻ നോട്ട് എൻകോഡഡ്. ഓക്കെ, എക്സെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ വർക്ക് ചെയ്യാം? എക്സെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ എക്സെപ്റ്റ് ബ്ലോക്ക് ഉണ്ടോ അതൊന്നും വർക്ക് ചെയ്യില്ലല്ലോ. ഇപ്പോൾ എക്സെപ്റ്റ് ബ്ലോക്ക് ഉള്ളിടത്തൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ആൻസറാണത്. സോ എക്സെപ്ഷൻ, നോ എക്സെപ്ഷൻ ആണെങ്കിൽ പിന്നെ എക്സെപ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സെപ്റ്റ് ഉണ്ടാവില്ല, എക്സെപ്റ്റ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ട്രൈ ബ്ലോക്ക് വർക്ക് ചെയ്യും, നോ എക്സെപ്ഷൻ ഈസ് ഫൗണ്ട്, സോ എൽസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്, ദെൻ ഫൈനലി ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. 36 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ള ക്വസ്റ്റ്യൻ്റെ നമ്പറും കൂടെ മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ക്വറീസ് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.